സോ ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല. നമുക്കറിയാം PSC എക്സാംസ് എന്ന് പറയുന്നത് നമ്മുടെ അറിവ്, കണ്ടന്റ് അല്ലെങ്കിൽ നോളജ് ഇത് മാത്രം അളക്കുന്ന ഒരു പരീക്ഷയല്ല. നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിത്വം അതുകൂടെ അളക്കുന്ന ഒരു പരീക്ഷയാണ്. ഇപ്പൊ നാളെ നിങ്ങൾക്ക് എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയുന്ന ക്ലാസ്സസ്, ടെക്നിക്സ് ഇത് കൃത്യമായിട്ടും നാളത്തെ പരീക്ഷകൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാംസിന് യൂസ് ചെയ്യാം. എക്സാം സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. പ്രാക്ടിക്കൽ ആയിട്ട് എക്സാം ബോർഡിൽ എങ്ങനെയാണ് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടത്, പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാതെ, ടെൻഷൻ അടിക്കാതെ എങ്ങനെയാണ് ഓരോ അറിവും ഓരോ പോയിന്റ് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക, അതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ എല്ലാവരും ഫുൾ എനർജറ്റിക് ആയിട്ട് തന്നെ ഇരിക്കാം. റൈറ്റ്. ഇപ്പൊ കുറെ ആൾക്കാർക്ക് നാളെ എക്സാം ഉണ്ടായിരിക്കാം, ചില ആൾക്കാർക്ക് പിന്നീടായിരിക്കും എക്സാം വരുന്നത്. പക്ഷേ ഈ ടെക്നിക്സ് നമുക്കൊരു യൂണിവേഴ്സൽ ആണെന്ന് പറയാം. എവിടെ എപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, പർട്ടിക്കുലർലി എക്സാം ഹോളിൽ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എക്സാം ഹോളിൽ പോകുമ്പോൾ നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ നല്ല അറിവുള്ള നല്ല സ്മാർട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പലരും തോറ്റു പോകാറുണ്ട്. അവര് നന്നായിട്ട് പഠിക്കാത്തത് കൊണ്ടല്ല തോക്കുന്നത്, നന്നായിട്ട് കഷ്ടപ്പെട്ട് നല്ല ചിട്ടയോടുകൂടി പഠിക്കുന്ന ടീംസാണ് അവര്. പക്ഷേ തോക്കുന്നതിന് പ്രധാനപ്പെട്ട റീസൺ എന്താ? അവർക്ക് പ്രോപ്പറായി എക്സാം ഹോൾ പെർഫോമൻസ് നടത്താൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾക്ക് നല്ല ഓട്ടക്കാരാണ്, നിങ്ങൾ നല്ല രീതിയിൽ ഓടാൻ കപ്പാസിറ്റിയുടെ വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ തലേന്ന് പനി പിടിച്ച എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഓടുന്നതിന് തൊട്ടുമുമ്പ് പനി പിടിച്ച എന്ത് ചെയ്യും? നമുക്ക് നന്നായിട്ട് ഓടാൻ പറ്റില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ കഴിവ് കുറവായതുകൊണ്ടാണോ? അല്ലല്ലോ. ആ ഒരു സിറ്റുവേഷൻ, നമ്മുടെ മനസ്സ് അതുപോലെയാണ്. ഇത്തരത്തിലുള്ള സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിന് വരുന്നൊരു പനിയാണ്, മനസ്സിന് വരുന്നൊരു ഡിസീസ് ആണ് അതല്ലേ. അപ്പൊ അതിനെ എങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല? എക്സാം ഹോൾ പെർഫോമൻസ്, ഒരു വാക്ക് ശ്രദ്ധിക്കണം. എക്സാം ഹോൾ പെർഫോമൻസ് എന്നാണ് ഞാൻ പറയുന്നത്. എക്സാം ഹോളിലെ പെർഫോമൻസ് എങ്ങനെ കൂട്ടാൻ പറ്റുമെന്നുള്ളതിന്റെ കുറെ സയന്റിഫിക് ടെക്നിക് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ്. കട്ടയ്ക്ക് കൂടുതൽ കുറെ പുതിയ കണ്ടന്റ് ഉണ്ട് ഇതിനകത്ത്, കുറെ പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പള്ളി പുള്ളി വിടാതെ യൂട്ടിലൈസ് ചെയ്യുക. എന്റെ ജീവിതത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ആണത്. നമ്മൾ സ്റ്റുഡൻസിനൊക്കെ എക്സ്റ്റെൻസീവ് ട്രെയിനിങ് കൊടുത്ത് വിജയം കണ്ടിട്ടുള്ള ടെക്നിക്സ് ആണത് അല്ലെ. ഒന്നാമത്തെ ഒരു ടെക്നിക് എന്ന് പറയുന്നത്, നിങ്ങൾ എക്സാം ഹോളിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടും, ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു തുടങ്ങും. ചില ചോദ്യങ്ങളൊക്കെ വായിക്കുന്നതിന് ടെൻഷൻ അടിക്കും, അല്ലെങ്കിൽ എക്സാം ഹോളിൽ കയറുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കും. എന്തോ ആണെങ്കിലും ഈ ടെൻഷൻ, ആങ്സൈറ്റി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ അങ്ങ് അംഗീകരിക്കുക. പല ആൾക്കാരും ആങ്സൈറ്റി വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുക. ഒരിക്കലും അത് ചെയ്യരുത്. അതിനെ ഹെഡ് ഓൺ ഫേസ് ചെയ്യുക. അതിനെ നിങ്ങൾ ഓക്കെ, എനിക്ക് ടെൻഷൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കാം. എനിക്ക് ആങ്സൈറ്റി വരുന്നുണ്ട്, അതിൽ നിന്ന് ഓടി ഒളിക്കാതെ ആങ്സൈറ്റി വരുന്നുണ്ട് അതങ്ങ് അംഗീകരിക്കുക. അതിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1. കാര്യം പിങ്ക് എലഫന്റ് തിയറി എന്നൊരു സാധനം ഉണ്ടല്ലേ. നിങ്ങൾ അങ്ങനെ പിങ്ക് കളറിലുള്ള ഒരു ആനയെ പറ്റി ആലോചിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിങ്ക് കളറിലുള്ള ആനയെ പറ്റി തന്നെ ആലോചിക്കും. അപ്പൊ നിങ്ങൾ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കൂടുതൽ സ്ട്രോങ് ആവും. പക്ഷേ നിങ്ങൾ അതിനെ അംഗീകരിച്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. സി, ഈ ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ തോക്കാൻ പോവാണെന്നാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോവാണെന്നാണ്. നിങ്ങൾ അതിനെ ഒന്ന് റീഫ്രെയിം ചെയ്യണം. നിങ്ങളുടെ മനസ്സിലേക്ക് ആങ്സൈറ്റി വരുമ്പോൾ അത് നിങ്ങൾ അടിപൊളിയായ ഒരു കാര്യം, ഇപ്പൊ എക്സാം എഴുതാൻ പോകുന്നു, അതിന്റെ ഭാഗമായി നിങ്ങളുടെ ബ്രെയിൻ വാമപ്പ് ആകുന്നു, അതിന്റെ സൂചനയായിട്ട് മനസ്സിലാക്കുക. എടാ, ഈ ഒപ്റ്റിമം ലെവൽ ഓഫ് സ്ട്രെസ് നമുക്ക് നല്ലതാണ്. ഒരു ഒപ്റ്റിമൽ ലെവലിൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്ന പരിപാടിയാണ്. നമ്മുടെ ഹെർട്ട് ബീറ്റ് കൂടും, നമ്മുടെ ബ്രെയിൻ കുറെ കൂടെ ആക്റ്റീവ് ആവും. ഇതൊരു ലിമിറ്റിൽ കൂടുമ്പോഴാണ് നമ്മൾ ചളമായി പോകുന്നത്. ബ്രെയിൻ ഫോഗ് അടിച്ച് ഒന്നും ഓർക്കത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇതാണ്. ഒരു മിനിമം ലെവൽ ഓഫ് അലേർട്ട്നെസ്, ആങ്സൈറ്റി, സ്ട്രെസ് ഒക്കെ നമുക്ക് എക്സാമിന് ആവശ്യമുള്ള സാധനം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആങ്സൈറ്റി വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കാണാം. എന്റെ ബ്രെയിൻ അങ്ങ് അലേർട്ടായി തുടങ്ങുവാണ്, ഇത് ഞാൻ ഉപയോഗിക്കും, ഈ ആങ്സൈറ്റി ഞാൻ ഉപയോഗിച്ച് ആങ്സൈറ്റി ഞാൻ മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ് കണ്ണടച്ച മനസ്സിലൂടെ 10 പ്രാവശ്യം പറയാം. അപ്പൊ നമുക്ക് ആ ഒരു ഒപ്റ്റിമൽ ലെവലിൽ ആങ്സൈറ്റിയെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. പക്ഷെ എക്സാമിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കി, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് നമ്മൾ ഇപ്പം തന്നെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയത് ടെൻഷൻ ആങ്സൈറ്റി വരുമ്പോൾ എന്റെ ബ്രെയിൻ റെഡി ആവാൻ പോവുകയാണ് എന്നുള്ള സൂചന, എന്നൊരു ഫീഡ്ബാക്കുമായിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ടെൻഷൻ ആങ്സൈറ്റി ഒക്കെ ലിങ്ക് ചെയ്യുക. അയ്യോ, ഞാൻ തോക്കാൻ പോവാ, എനിക്ക് എന്തോ അപകടം വരാൻ പോവാന്നുള്ള ഫീഡ്ബാക്കുമായിട്ടല്ല. ബിക്കോസ് ടെൻഷൻ ആങ്സൈറ്റി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ശരി അതൊക്കെ കുറച്ച് വേണം. അപ്പൊ ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ അതിനെ കറക്റ്റ് ലെവലിൽ, ഒപ്റ്റിമൽ ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിർത്താൻ പറ്റും അല്ലെ. ഇനിയാണ് കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടത്.
ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യാം, അതിനുശേഷം കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗിലേക്ക് നമുക്ക് പോവാം. അത് എളുപ്പ പണിയാണ്. ഫോർ എക്സാമ്പിൾ, എക്സാം ഹോളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഈ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ വരുമല്ലോ. അയ്യോ എന്ന ചിന്തയെ മനസ്സിലായി വരിക, അയ്യോ നമുക്ക് എന്തോ അപകട സമയം വന്നില്ല. അതിനെ എക്സൈറ്റ്മെന്റുമായിട്ട് റീപ്ലേസ് ചെയ്യാം. ഇതാ ഒന്ന് ആലോചിക്കുക, നിനക്ക് എക്സൈറ്റ്മെന്റ് വരുമ്പോഴും പേടി വരുമ്പോഴും നമ്മുടെ ബോഡിയുടെ ഫീഡ്ബാക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഹേർട്ട് ബീറ്റ് കൂടും, നമ്മൾ വിയർക്കും, കുറച്ച് എന്താ പറയുക ബോഡി ഒന്ന് അലേർട്ട് ആവും, മനസ്സിലേക്ക് കുറെ ചിന്തകൾ വരും. ഓൾമോസ്റ്റ് സിമിലർ ആണ്, ചില വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിനെ ട്രിക്ക് ചെയ്യാം. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് പേടി വരുന്നെങ്കിൽ അതിനെ നിങ്ങൾ റീഫ്രെയിം ചെയ്യാൻ എക്സൈറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എക്സൈറ്റഡ് ആണ് ചോദ്യങ്ങൾ കാണാനും ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. ആ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റണം. എപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഫിയർ, സ്ട്രെസ് ഒക്കെ സ്ട്രൈക്ക് ചെയ്യുന്നു, അപ്പൊ നമ്മൾ അതിനെ എക്സൈറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ആങ്സൈറ്റി സ്ട്രെസ്സും ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കണം, വേണം. ഒപ്റ്റിമം ലെവലിൽ കൂടുതലാവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനെ എക്സൈറ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. യെസ്, എനിക്ക് പരീക്ഷ എഴുതാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി, അയ്യോ നാളെ പോയി പരീക്ഷ എഴുതണമല്ലോ എന്നുള്ള ചിന്തയിൽ പോയി എഴുതി കഴിഞ്ഞാൽ പിള്ളേരെ നല്ല രീതിയിൽ മാർക്ക് പറയും. പക്ഷേ നാളെ എനിക്ക് പരീക്ഷ എഴുതാൻ അവസരമുണ്ട്. എത്ര പേർക്ക് ഈ അവസരം കിട്ടുന്നുണ്ട്? വളരെ കുറച്ച് ആൾക്കാർ കിട്ടുന്ന അവസരമാണ് എക്സാം എഴുതാൻ പറ്റുന്ന അവസരം. അതെനിക്ക് കിട്ടി, ഞാൻ എക്സൈറ്റഡ് ആണെന്നുള്ള രീതിയിൽ ഒരു കൊഗ്നിറ്റീവ് റീഫ്രെയിമിങ് മനസ്സിനെ ചെറുതായിട്ടൊന്ന് ലുക്ക് ചെയ്യുക. അപ്പോ ഇതിനൊക്കെ നമുക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാം. ഇപ്പൊ നാളത്തെ എക്സാമിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, യെസ് നാളത്തെ എക്സാം എഴുതാൻ സാധിക്കുന്നത് ഞാൻ ലക്കിയാണ്, നാളത്തെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് ഞാൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ്, ഞാൻ എക്സ്ട്രീംലി ലക്കിയാണ് 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 മനസ്സോട് 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് അത് അംഗീകരിക്കും. അയ്യോ നാളെ എക്സാം ഉണ്ടല്ലോ, ടെൻഷൻ അടിക്കുമോ, തോറ്റു പോവോ, മാർക്ക് കുറയോ, എക്സാം ഹോളിൽ പഠിച്ചതൊക്കെ മറന്നു പോകുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതും സംഭവിക്കും. നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഫീഡ്ബാക്ക്, നമ്മുടെ മനസ്സിനോട് കൊടുക്കുന്ന ഫീഡ്ബാക്ക് എന്താണ്, അതാണ് എക്സാം ഹോൾ റിഫ്ലക്ട് ആവുന്നത്. എക്സാം ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഈ ഒരു രീതിയിലാണ് ഫീഡ്ബാക്ക് റിഫ്ലക്ട് ആവുന്നത്. ഈ മന്ത്രം ജപിക്കുക എന്നൊക്കെ പറയില്ലേ, എന്താ മന്ത്രം? റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് മന്ത്രമായിട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ മൈൻഡിനോട് പറയണം, അയ്യോ നാളത്തെ എക്സാം ഞാൻ ടെൻഷൻ അടിക്കും 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 എന്ന് പറയുകയാണെങ്കിൽ അത് സത്യമായിട്ട് തന്നെ വരും. നാളത്തെ എക്സാം നിങ്ങൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ടെൻഷൻ ഇല്ലാതെ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യുമെന്നാണ് നിങ്ങൾ മനസ്സിലൂടെ പറയുന്നതെങ്കിൽ അതും റിയൽ ആയിട്ട് വരും. അപ്പൊ ചോയ്സ് നിങ്ങളുടെയാണ്, ചോയ്സ് നിങ്ങളുടെയാണ്. നിങ്ങൾ വിധിയുടെ കയ്യിലെ ഒരു വിളയാട്ടത്തിന്റെ അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടത്തിന്റെ ബലിമൃഗമൊന്നുമല്ല. നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ പെർഫോമൻസിന്റെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണെന്നൊരു കാര്യം ആലോചിക്കാം. ഇപ്പോ ചിലപ്പോൾ നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് നീ അത് പഠിച്ചോ, നീ ഇത് പഠിച്ചോ, ഈ ചോദ്യത്തിന് ഉത്തരം അറിയാമോ, അറിയത്തില്ലേ? അപ്പൊ നമുക്ക് ടെൻഷൻ കൊടുക്കും. ഇതൊക്കെ ഒഴിവാക്കുക, നാളത്തെ എക്സാമിന് പോകുന്നത് ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്ലിയർ കട്ട് മൈൻഡോട് കൂടി ആ ഒരു എക്സാം എഴുതാൻ കിട്ടിയ ഓപ്പർച്യൂണിറ്റിക്ക് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെൻഷനൊക്കെ അങ്ങ് അലിഞ്ഞങ്ങ് പോകും. ഒരു ഭയങ്കരമായിട്ടുള്ള എക്സാം ആൻസൈറ്റിയുള്ള വ്യക്തിയായിരുന്നു ഞാൻ. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഒക്കെ ഈ എക്സാം എഴുതാൻ പോയി. SSLC ഒക്കെ നല്ല എക്സാം എളുപ്പമാണെങ്കിലും പ്രഷർ ഭയങ്കരമാണ്. എക്സാം എഴുതാൻ പോകുമ്പോൾ ടെൻഷൻ അടിച്ച് അറിയാവുന്ന കൂടെ മറന്നിരിക്കും, മാർക്ക് കാണത്തില്ല. എന്തോ പോയതിനെല്ലാം പാസ്സായി. അപ്പോ അന്ന് എനിക്ക് സംഭവിച്ചിരുന്ന ഇഷ്യൂ ഇതായിരുന്നു, ഞാൻ ആങ്സൈറ്റി സ്ട്രെസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം അതിനേക്കാൾ ചലഞ്ചിങ് ആയിട്ടുള്ള എക്സാംസിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ എന്റെ ഒരു തോട്ട് പ്രോസസ്സ് മാത്രമേ മാറ്റിയുള്ളൂ. അന്നും ഇന്നും എനിക്ക് ഒരേ ലെവൽ ഓഫ് ബുദ്ധി തന്നെയാണ്, വലിയ ബുദ്ധിമാനുമല്ല, തീരെ മണ്ടനോ, ഒരു ആവറേജ് വ്യക്തിത്വമാണ്. പക്ഷേ എന്റെ തോട്ട് പ്രോസസ്സ് മാറ്റിയപ്പോൾ എക്സാം പെർഫോമൻസ് മാറി. നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ മനസ്സിലായോ? നമ്മുടെ ബുദ്ധിശക്തിയേക്കാൾ നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെ ഒരു ഗെയിമാണ് ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാംസ്. ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികളെയാണ് അവർക്ക് വേണ്ടതെങ്കിൽ അവർക്ക് യൂണിവേഴ്സിറ്റിന്നോ അല്ലെങ്കിൽ PhD ഹോൾഡേഴ്സിനെയോ ഒക്കെ അബ്സോർബ് ചെയ്യാവുന്നേ ഉള്ളൂ. അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള മനുഷ്യന്മാരെ മാത്രമാണ് ബ്യൂറോക്രാറ്റ്സ് ആവാൻ വേണ്ടി PSC അല്ലെങ്കിൽ UPSC ഒക്കെ നോക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് മാറിയാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? യെസ്. ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ, ഇനി ഡൗട്ട്സ്? നമ്മൾ നേരത്തെ 2 പ്രധാനപ്പെട്ട ടെക്നിക്സ് ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആങ്സൈറ്റി ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനെ അത് അംഗീകരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ്. 2 കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? എനി ഡൗട്ട്? യെസ്, ക്ലിയർ ആണല്ലോ? ഓക്കെ. എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് സെഷൻ ആയിരിക്കും, ഞാൻ പെട്ടെന്ന് കുറെ കാര്യങ്ങൾ പറയണമെങ്കിൽ പോകും. ഓക്കെ, ഇനി അടുത്തതാണ് ഞാൻ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സെൽഫ് ബിലീഫ് അല്ലെ. ഞാൻ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെ ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പക്ഷെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജി, ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബയോളജിക്കൽ പ്രോസസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രീത്തിങ് പോലുള്ള ബയോളജിക്കൽ പ്രോസസ്സിനെ ഒന്ന് വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ കൂളാക്കാൻ പറ്റും, മനസ്സിനെ കൂളാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് ഒരു സൈക്കോളജിക്കൽ ബ്രീത്തിങ് ടെക്നിക്ക് ഉണ്ട്. അതായത് സ്ട്രെസ്സിനെ പെട്ടെന്ന് അരിയിച്ച് കളയാൻ പറ്റുന്ന ടെക്നിക്കാണ്. നമുക്ക് ഇപ്പം തന്നെ ചെയ്ത് നോക്കാം അല്ലെ. അതായത് നമ്മൾ സാധാരണ ബ്രീത്തിങ്
മനസ്സിന് റിലാക്സിങ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന കഴിഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും, ഹോൾഡ് ചെയ്യും, പുറത്തേക്ക് വിടും അല്ലെ? നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന പുതിയൊരു ടെക്നിക് നിങ്ങൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയേ. അതായത് നമ്മൾ ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യും, പിന്നെ ഒരു ഷോർട്ട് ഇൻഹലേഷൻ ഒന്നും കൂടെ ചെയ്യും. അതായത് നമ്മൾ ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്തതിന് ശേഷം ഒന്ന് പോസ് ചെയ്തിട്ട് പിന്നെ ഒരു ഷോർട്ട് ആയിട്ട് ഇൻഹലേഷനും കൂടെ. അപ്പൊ നമ്മുടെ ഡയഫ്രോം ലങ്സ് നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യും. അതിനുശേഷം ഡീപ്പായിട്ട് എക്സേൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു 5 സെക്കൻഡ് കൊണ്ട് ഇൻഹേൽ ചെയ്തെന്നിരിക്കട്ടെ, ഒന്ന് പോസ് ചെയ്യാം. പിന്നെ 1 സെക്കൻഡോട് 2 സെക്കൻഡ് ഒന്നും കൂടെ ഇൻഹേൽ ചെയ്യാം, ഫുൾ കപ്പാസിറ്റി ഇൻഹേൽ ചെയ്യാം. അത് ഫാസ്റ്റ് ആയിരിക്കണം. പിന്നെ പെതുക്കെ പുറത്തേക്ക് വിടുക, ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക, പോസ് ചെയ്യുക, പിന്നെ ഒരു ഫാസ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ഇൻഹേൽ ചെയ്യുക, പുറത്തേക്ക് വിടുക. ഈ ഒരു സൈക്കോളജിക്കൽ ബ്രീത്തിങ് ടെക്നിക്ക് നമ്മുടെ സിമ്പത്തറ്റിക് അല്ലെങ്കിൽ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിനൊക്കെ റെഗുലേറ്റ് ചെയ്ത് പക്കയായിട്ട് ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് എക്സാം ഹോൾ ചെയ്ത് കഴിഞ്ഞാലും വളരെ വളരെ യൂസ്ഫുൾ ആണ്. ക്ലിയർ ആണല്ലോ? ഈ രീതിയിൽ 10 പ്രാവശ്യം ബ്രീത്ത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ചെയ്യോ ഇതൊക്കെ? ചെയ്യോ? യെസ്, ചെയ്യും. പെർഫെക്റ്റ്. ഇനി നമുക്ക് ഈ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സും നമ്മുടെ ശരീരവും, മൈൻഡ് ആൻഡ് അവർ ബോഡി, അത് ഭയങ്കര കോറിലേറ്റഡ് ആണ്. നമ്മുടെ മനസ്സിനെ വരുതിക്ക് നിർത്താൻ നമ്മുടെ ബോഡി നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി നമുക്ക് പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 5 4 3 2 1 എന്ന് പറയുന്ന ടെക്നിക്ക് ഉണ്ട്. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ? പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഈ 5 സെൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ അവയർനെസ് ലെവൽ അല്ലെങ്കിൽ ബ്രെയിനിന്റെ ഷാർപ്നെസ് കൂട്ടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്താണ് 5 4 3 2 1 ടെക്നിക്? നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത്, നിങ്ങളെ നിങ്ങൾക്ക് ടെൻഷനോ ആങ്സൈറ്റിയോ ഒക്കെ വരുന്നത്, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റും നോക്കരുത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണല്ലോ ഒരു ഇന്ദ്രിയം, ഒരു സെൻസ് ആണല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാം. 1 2 3 4 5. പേനയാവാം, പെൻസിലാവാം, പേപ്പറാവാം, ജനലാവാം, കസേരയാവാം, ഇൻവിജിലേറ്റർ, എന്തോ 5 കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, ചുറ്റുമുള്ള ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 പുതിയ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ കാഴ്ച വിഷ്വലായി, മറ്റത് ടച്ചായി അല്ലെ? ടച്ചായി. അതിപ്പോ നിങ്ങൾ കഴിക്കുന്ന പേനയാവാം, അല്ലെങ്കിൽ അവിടെ അടിക്കുന്ന ഒരു കാറ്റാവാം, ഫാനിന്റെ കാറ്റാവാം, എന്തോ ആവാം. നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. നിങ്ങൾ അവയർനെസ് അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്ന 3 കാര്യങ്ങൾ, അതൊരു പക്ഷേ അപ്പുറത്തെ റോഡിൽ കൂടെ പോകുന്ന വണ്ടിയുടെ സൗണ്ട് ആവാം, എന്തോ കേൾക്കാൻ സാധിക്കുന്ന 3 കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുക. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹേർട്ട് ബീറ്റ് തന്നെ കേൾക്കാൻ പറ്റും, ഹൃദയത്തിന്റെ സ്പന്ദനം തന്നെ കേൾക്കാൻ പറ്റും അല്ലെ? ഇപ്പൊ 5 ആയി, 4 ആയി, 3 ആയി. ഇനി 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്മെൽ ചെയ്യാൻ സാധിക്കുന്ന, ആ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് സ്മെൽ ചെയ്യാൻ സാധിക്കുന്ന, അതാണല്ലോ മറ്റൊരു സെൻസ്, ഒരു ഇന്ദ്രിയം അതാണല്ലോ. 2 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. നിങ്ങൾക്ക് സ്മെൽ ചെയ്യാൻ സാധിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ലാസ്റ്റ് ഏതാ? നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾ എക്സാം ഹോളിൽ ഈവൻ നിങ്ങൾ ഫുഡ് കൊണ്ടല്ലോ പോകുന്നത്, അപ്പൊ അവിടെ എന്ത് ടേസ്റ്റ് ചെയ്യുമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നെങ്കിൽ ഒരു എയർ ടേസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ഈ 5 4 3 2 1 ടെക്നിക് എക്സാം ഹോളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ടെൻഷനോ ആങ്സൈറ്റിയോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റൻഷൻ കൂടുതലും ബ്രെയിനിലേക്ക് അങ്ങ് പോവാണ്. ടെൻഷൻ അടിക്കുന്നതിന് വരെ നിങ്ങൾ ബ്രെയിനിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യണം ആ സമയത്ത്. ഈ സമയത്ത് നമ്മുടെ മെമ്മറി പവർ കൂടും, നമ്മുടെ ആങ്സൈറ്റി കുറയും, നമ്മുടെ മൈൻഡ് കുറെ കൂടുതൽ ബാലൻസ്ഡ് ആവും, അവയർനെസ് ലെവൽ, നമ്മുടെ കോൺസെൻട്രേഷനും അവയർനെസ് ലെവൽ നന്നായിട്ട് കൂടും. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇപ്പൊ 5 4 3 2 1 ടെക്നിക് ഇന്ന് തന്നെ ഒന്ന് പരീക്ഷിച്ചു. നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് പരീക്ഷ നോക്കിയതിനു ശേഷം എക്സാം ഹോളിൽ പോയി യൂസ് ചെയ്യാം. സെറ്റ് അല്ലേ? യെസ്. ഇനി ഈ എക്സാം ഹോളിലേക്ക് വരുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ആദ്യത്തെ ഒരു 3 4 ചോദ്യങ്ങൾ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലപ്പോൾ ഈസി ആയിരിക്കും, ചിലപ്പോൾ മോഡറേറ്റ് ആയിരിക്കും. അതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല. സാധാരണ ഇത് ആദ്യത്തെ ഒരു 10 ചോദ്യം ഈസി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അലേർട്ട്നെസ് ലെവൽ, നമ്മുടെ ഒരു ജാഗ്രത നമ്മൾ കുറയും. പിന്നെ 11ാമത്തെ ചോദ്യം ഡിഫിക്കൽട്ട് ആകുമ്പോഴത്തേക്കും അയ്യോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഫസ്റ്റ് ചോദ്യങ്ങളൊക്കെ ടഫ് ആണെങ്കിലോ നമ്മുടെ കോൺഫിഡൻസ് അപ്പോഴേ പോകും. അപ്പം ഓവർ കോൺഫിഡന്റ് ആവാൻ പാടില്ല, അണ്ടർ കോൺഫിഡന്റ് ആവാൻ പാടില്ല. എക്സാം എങ്ങനെ ആയാലും ഇത് അന്യഗ്രഹ ജീവികളുമായിട്ടല്ല നമ്മൾ മത്സരിക്കുന്നത്. നമ്മൾ മത്സരിക്കുന്ന മറ്റ് PSC ആസ്പിറൻസുമായിട്ടാണ്. എനിക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ചോദ്യമാണെന്നുണ്ട്, ഇത് പൊതുവെ ആർക്കും ആൻസർ ചെയ്യാൻ പറ്റാൻ സാധ്യതയില്ല. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയിൽ വേണം നിങ്ങൾ എക്സാമ്പിൾ പെർഫോം ചെയ്ത്. ഇതൊക്കെ നന്നായിട്ട് പഠിച്ച ആൾക്കാരുടെ കേസാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അത്ര
ചെയ്തിട്ടില്ല, അത്ര അടിപൊളിയായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു മെന്റാലിറ്റിയിൽ നിങ്ങൾ എക്സാം ഹോളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് കൂടും. അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു മെന്റാലിറ്റി ഷിഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് ഇങ്ങനെ മനസ്സ് കൂളാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് കൂടും. മനസ്സും നമ്മുടെ ആ ഒരു സ്ട്രെസ്സും ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണെങ്കിലും വെൽ പ്രിപ്പയർഡ് അല്ലെങ്കിലും ഒരു എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ചോദ്യം കണ്ടു കഴിഞ്ഞാൽ വെറുതെ പാനിക് ആവാൻ നിൽക്കല്ലേ. നമ്മൾ എലിമിനേഷൻ ടെക്നിക്സിന്റെ ഒക്കെ അത് തീവ്രമായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുള്ളതാണ്. IET എന്താണ്, കറക്കി കുത്തുന്ന പരിപാടി ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇൻ ഡെപ്ത് ക്ലാസ്സസ്, ഓരോ ടോപ്പിക്കിലും ആഴത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ വേണ്ടുന്ന എല്ലാം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലക്ക് എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്, ഭാഗ്യം അല്ലെ, ഭാഗ്യം എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മുടെ മനസ്സിനെ കൂളാക്കിക്കൊണ്ട് കാം ആൻഡ് കമ്പോസ്റ്റ് ആക്കിക്കൊണ്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു കാര്യമാണ് ലക്ക് എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ അത് ഒന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ടാകും. ഓക്കെ, യെസ്. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഒരു ചോദ്യത്തിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ അത് 1, 2, 3 പ്രാവശ്യം വായിക്കുക, പിന്നെ വിടുക. ഈഗോ കൊണ്ടിരിക്കല്ലേ. ഇപ്പൊ ചില ആൾക്കാർക്ക് ചില ചോദ്യം അവരുടെ സബ്ജക്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് പഠിപ്പിക്കുന്നതാണ്. അപ്പോ എക്കണോമിക്സ് അതൊരു കടുകെട്ടി ചോദ്യം വരുന്നു, ഞാൻ പഠിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഈഗോ വെച്ചിട്ട് ഇത് എന്റെ സബ്ജക്റ്റ് ആണ്, ഇതെനിക്ക് ആൻസർ ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ എനിക്ക് മറ്റ് ചോദ്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ് പോകുന്നത്, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈഗോ മാറ്റി വെച്ചിട്ട് എക്സാമ്പിൾ കയറുക. പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസിനകത്താണ് പിള്ളേർക്ക് വർക്കൗട്ട് ആവുന്നത്. അവര് മാത്സിൽ ചിലപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പൊ മാത്സിനകത്ത് ഒരു കട്ട ചോദ്യം വരുമ്പോഴത്തേക്കും അവരുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണം എന്നുള്ള രീതിയിലിരിക്കും. മനഃപൂർവ്വമാണ് എക്സാമിൽ ആ ചോദ്യം ഇട്ടിട്ടുള്ളത്. നിങ്ങൾ അതിന്റെ പുറകെ പോയി സമയം കളയണം എന്ന് തന്നെയാണ് അയാളുടെ ഉദ്ദേശം. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം ഒരു പക്ഷെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ കിട്ടത്തില്ലായിരിക്കാം. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന സമയം ഉണ്ടായിരുന്നെങ്കിൽ 4, 5 ചോദ്യങ്ങൾ വേറെ ശരിയാക്കാൻ പറ്റും. 5 മാർക്ക് കിട്ടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ 1 മാർക്ക് നേടാനാണ് നിങ്ങൾ 5 മാർക്ക് സാക്രിഫൈസ് ചെയ്തത്. സോ ഒരിക്കലും ഈഗോ അടിച്ചിരിക്കാൻ പാടില്ല. കുറച്ച് ടൈം നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ ചോദ്യങ്ങൾ വിട്ടുകളയാം. ഇവിടുത്തെ ഡേഞ്ചർ എന്താ അറിയോ, ഒരു 1, 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മൾ തരണം, ഇതിന്റെ ഉത്തരം എനിക്ക് അറിയാം, എനിക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, കുറച്ച് സമയം കൂടെ എനിക്ക് താ, ഞാനൊരു ഉത്തരം പറഞ്ഞു തരുന്ന നമ്മുടെ മനസ്സ് നമ്മളെ പറഞ്ഞ് പറ്റിക്കും. ആ ട്രാപ്പിൽ നിന്ന് വീഴരുത്. ഇതാണ് എക്സാം സൈക്കോളജി എന്ന് പറയുന്നതാണ്. ചില ചോദ്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ആ രീതിയിലാണ്. നമുക്ക് കുറച്ചും കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് മനസ്സ് നമ്മളോട് പറയും. അത് സത്യമാണ്. ഒരു 2, 3 മണിക്കൂർ ഇട്ടാണെങ്കിൽ പറയും, അല്ലെ. യെസ്, എക്സാക്ട്ലി. എലിമിനേഷനെ പറ്റി നമുക്ക് വരാം കേട്ടോ, എലിമിനേഷൻ ടെക്നിക്സിനെ നമുക്ക് വരാം. അപ്പോ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഒരിക്കലും ഈഗോയുടെ പുറകെ പോകരുത്. യെസ്, അതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ഡയമെൻഷൻ. ഇത് നമുക്ക് എലിമിനേഷൻ ടെക്നിക്സിനെ പറ്റി വരാം. എലിമിനേഷൻ ടെക്നിക്സിന് തീവ്രമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫോൾഡറിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാത്രി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എലിമിനേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ക്ലാസ് മുതൽ ഏറ്റവും അവസാനത്തെ ക്ലാസ് വരെ, കാരണം ടെക്നിക്സ് ഒരുവിധം എല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് റിവിഷൻ നടത്തുക, തിരിഞ്ഞു വന്ന് റിവിഷൻ നടത്തുക. അപ്പൊ അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പോലും എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലേക്ക് വെക്കണം. അപ്പൊ അറിയാത്ത ചോദ്യങ്ങൾ നാളെ എന്തായാലും വരും. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അൺനോൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നാളെ എന്തായാലും വരും. അത് വരുമ്പോൾ IET യൂസ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്റ്റിൽ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഏറ്റവും സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ല, പഠിച്ചിട്ടില്ല എന്നുള്ള റീസൺ കൊണ്ട് ആൻസർ ചെയ്തിരിക്കില്ല. കോമൺ സെൻസ് അടങ്ങുന്ന ചോദ്യമാണെങ്കിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നോക്കുക. പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, സ്കിപ്പ് അടിച്ച് അടുത്ത ചോദ്യത്തിലേക്ക്. ഒരിക്കലും എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ, ഞാൻ ഒരു പരീക്ഷയ്ക്ക് 100 ചോദ്യം ഞാൻ കുത്തിയിട്ടില്ല. കുത്തുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. 100 കുത്തുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വിജയം കിട്ടാറുണ്ട്, ചില ആൾക്കാർ തോക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു തോട്ട് പ്രോസസ് അനുസരിക്കും, അല്ലെ. യെസ്. ഇപ്പൊ രാജു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചു, ഡീപ് സ്റ്റഡി എങ്ങനെയാണ് നടത്തേണ്ടത്, അല്ലെ. നമുക്കത് അടുത്ത ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ എക്സാം ഹോളിലെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്സാം ആണ്, ഒരു ക്ലാസ് ആണ്. എക്സാം ഹോളിലെ പെർഫോമൻസിനെ കൂട്ടാവുന്ന ക്ലാസ് ആണ്. ഇത് എന്റെ ഒരു ഡിഫറെന്റ് ടോപ്പിക് ആണ്, പക്ഷെ നമ്മൾ ഒരു വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ടോപ്പിക്കിൽ. ഓക്കെ, യെസ്. ഇത് നമുക്ക് നമ്മുടെ ക്ലാസിന്റെ അവസാനത്തെ സെഷനിലേക്ക് നമ്മൾ പോവാണ്. കാര്യം എക്സാം ഉണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലാസ് കണ്ടെടുത്ത് സ്റ്റഡീസിലേക്ക് തിരിച്ചു പോകണം. ഓക്കെ, ഇത് വളരെ രസകരമായിട്ടൊരു കാര്യം. ചിരിച്ചുകൊണ്ടിരിക്കുക അല്ലെ. ചിരിച്ചുകൊണ്ടിരിക്കുക. യെസ്, ഷുവർ ആൻസർ, ഉറപ്പായിട്ടും കേട്ടോ, ഉറപ്പായിട്ടും. യെസ്. ചിരിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ പരീക്ഷ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ചിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇവനെന്താ ചിരിക്കുന്നത്, അപ്പൊ പ്രശ്നമൊന്നും ഇല്ലേ, ഇല്ല, അപ്പം എല്ലാം ഓക്കെ ആണെന്ന് ബ്രെയിൻ ചിന്തിക്കാൻ പറ്റും. നിങ്ങൾ എക്സാം ഹോളിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് തുടക്കത്തിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിരിക്കും, സാരമില്ല, ആയിക്കോട്ടെ. ചിരിച്ചുകൊണ്ട് ഒരു
60 സെക്കൻഡ്സ് 1 മിനിറ്റ് ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് നിങ്ങൾ മൂഡ് മാറും. വളരെ പ്ലസന്റ് ആയിട്ട്, വളരെ വളരെ സ്മൈൽ ചെയ്തുകൊണ്ട്, വളരെ ചിരിച്ചുകൊണ്ട്, അട്ടഹസിക്കണം എന്നല്ല പറയുന്നത്, വളരെ ഹാപ്പി ആവുന്ന ചിരിക്കുമല്ലോ, ആ രീതിയിൽ ചിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഇത് സൈക്കോളജി പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ബയോളജിക്കൽ എക്സ്പ്രഷൻസ് ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിനെ അലൈൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ചെയ്യും. മനസ്സിലായല്ലേ? നമ്മൾ പറയാണ് ഈ സൂപ്പർമാൻ പോസ്റ്ററിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം, സൂപ്പർമാൻ നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഹിപ്പിലായി എടുത്തിട്ട്, ഭയങ്കര കോൺഫിഡൻസ് ഉള്ളൊരു പോസ്റ്ററാണ് അത്. അപ്പൊ നിങ്ങൾ തീരെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പോയി സൂപ്പർമാൻ പോസ്റ്റിൽ ഒരു മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും. കാരണം നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനെ മാച്ച് ചെയ്യാൻ വേണ്ടി ബ്രെയിനും അതിന്റെ ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അതിന്റെ ചിന്താഗതികളും ഒക്കെ ഇതനുസരിച്ചിട്ട് മാറും. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സ്ട്രെസ് വരികയാണെങ്കിൽ ചിരിക്കുക, അട്ടഹസിക്കുക, നല്ലതാണ് ചിരിക്കുക. സ്ട്രെസ് എല്ലാം കൂടാന്നുള്ളത് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതനുസരിച്ച് അലൈൻഡ് ആകും. മനസ്സിലായോ? എല്ലാവരും ഇപ്പോഴും ചിരിച്ചേ, എല്ലാവരും ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ, വളരെ പുഞ്ചിരി, വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ചിരിക്കുക ആ രീതിയിൽ ഒന്ന് ചിരിച്ചേ, ഒന്ന് കണ്ണടച്ച് 10 സെക്കൻഡ് ചിരിച്ചേ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇത്രയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? ആ കണ്ണടച്ചിട്ടുള്ള ആ ഒരു സ്മൈലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? യെസ്, യുവർ ഓൾറെഡി അനില, വെരി ഗുഡ്, റെഡിയായി. കൂൾ, യെസ്, അതാണ് നമുക്ക് മൈൻഡ് കൂൾ ആക്കാൻ പറ്റും കേട്ടോ. യെസ്. പിന്നെ സെറ്റായി അഞ്ജലി, യെസ്, അതാണ് നമ്മൾ ചിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര പവർഫുൾ ആണല്ലേ. യെസ്, സക്സസ് മാഗ്നറ്റ്, നല്ല അടിപൊളി യൂസർ നെയിം ആണല്ലോ. റൈറ്റ്. അപ്പൊ സക്സസ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? റൈറ്റ്. ഇനി ഈ ക്ലാസ്സിന്റെ അവസാനമായിട്ട് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ സെൽഫ് വർത്ത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ സെൽഫ് വർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് എസ്റ്റീം, ഇതൊന്നും ഈ എക്സാമിന് ഔട്ട്കമുമായിട്ട് ലിങ്ക് ചെയ്യില്ല. നിങ്ങളിപ്പോ എക്സാം ജയിച്ചു, നല്ല റാങ്കിൽ എക്സാം ജയിച്ചു, ഞാൻ എന്തോ വലിയ സംഭവമായി, ആ ചിന്ത തെറ്റാണ്. സപ്പോസ് ഒരു എക്സാമിൽ തോറ്റുപോയി എന്നിരിക്കട്ടെ, ഞാൻ തീരെ വിലയില്ലാത്തൊരു വ്യക്തിയാണ്, ഞാൻ തീരെ മോശപ്പെട്ടൊരു വ്യക്തിയാണ്, ആ ചിന്ത തെറ്റാണ്. ഒരിക്കലും നിങ്ങളുടെ എക്സാമിന്റെ സക്സസ് നിങ്ങളുടെ സെൽഫ് വർത്തുമായിട്ട് ലിങ്ക് ചെയ്യരുത്. നിങ്ങളുടെ സെൽഫ് വർത്ത് അതിനേക്കാൾ വലുതാണ്. പലപ്പോഴും നമുക്ക് ഈ ഓവർ ബേർഡൻ അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിന് ഓവറായിട്ട് ആങ്സൈറ്റി എന്ന റീസൺ അതാണ്. തോറ്റുപോയാൽ എന്ത് ചെയ്യും മല്ലയ്യ എന്നൊരു ചിന്തയാണ്. നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ, തോറ്റുപോയി, അതാണ് ചിന്ത. സോ രണ്ടും സെപ്പറേറ്റ് ചെയ്യുക. എക്സാം ജയിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഗുഡ്, നമുക്ക് ചെയ്യാൻ പറ്റും. നാളത്തെ എക്സാം കഴിയുമ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, എക്സാമിൽ ഞാൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും. അതൊരിക്കലും എന്റെ ഈഗോ ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്റെ ഈഗോയെ കുറയ്ക്കാൻ ഒന്നും കാരണമാവില്ല. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്. എക്സാം പെർഫോമൻസ് ഇതുകൊണ്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ എക്സാമിനകത്ത് ഞാൻ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യും, പെർഫോം ചെയ്യും, നല്ല ജോലിയിലേക്ക് എത്തുകയും ചെയ്യും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൂടെ വേണം നിങ്ങൾ എക്സാം ഹോളിലേക്ക് കിടക്കാൻ. സെറ്റ് അല്ലേ? സോ പമ്മരുത്, പതറരുത്, പാനിക് ആവരുത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഫുൾ കോൺഫിഡൻസിൽ, ഒരു ഫുൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ എക്സാം ഹോളിലേക്ക് കാലെടുത്ത് വെക്കാൻ. ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എപ്പോൾ സ്ട്രെസ് വന്നാലും 5, 4, 3, 2, 1 യൂസ് ചെയ്യുക, ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യുക, കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ചെയ്യുക. നിങ്ങൾ എക്വിപ്ഡ് ആണ്, നിങ്ങളുടെ ഡെസ്റ്റിനിൽ നിങ്ങൾക്ക് എന്താണോ ആയി തീരേണ്ടത് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ്ലി എക്വിപ്ഡ് ആണ്, നിങ്ങൾ വളരെ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ പോയി അറ്റൻഡ് ചെയ്യാം കേട്ടോ. യെസ്, എക്സാക്ട്ലി ആണ്, എക്സാക്ട്ലി. അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്.